വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് വെച്ചിട്ടുള്ളൊരു പലഹാരം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒരു നുള്ളു ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഈ മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് മാവെടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം കനം കുറഞ്ഞ് വരത്തക്ക രീതിയിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഈ ഒരു ചപ്പാത്തിയുടെ നടുവിലായിട്ട് നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഫില്ലിംഗ് കൂടെ ഒന്ന് വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചതിന് ശേഷം സൈഡ് രണ്ടും നന്നായിട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറിലായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.